കോടി ക്ലബിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കേന്ദ്ര സർക്കാർ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൂട്ടായ്മ എന്നാണ് IB റിപ്പോർട്ട്. സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പഴയ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ പുതിയ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം നടപടിക്കൊരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജിൻ ചേരുകയാണ്. ലിജിൻ, ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ മറ്റു പാർട്ടികളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ അവരെ ആശങ്കയോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഈ ജെൻസികൾ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ ലോകത്ത് പലയിടത്തും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണോ ഇവരുടെ ആശങ്കയ്ക്കൊരു കാരണം എന്നുള്ളതുകൊണ്ട് അപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ പറയുന്നത് അത്ര വലിയ പ്രശ്നക്കാരല്ല, ഈ നിരോധിക്കാൻ മാത്രം എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തതെന്ന് അവർ ചോദിക്കുന്നുമുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീജ, സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവരുടെ ആദ്യത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കേന്ദ്ര സർക്കാർ വിലക്കിയത്. അതിന് വിലക്കിയ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നതിൽ ഒരു വിശദീകരണം നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന് ഭീഷണിയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു അക്കൗണ്ട് റദ്ദ് ചെയ്തതിന് തൊട്ട് പിന്നാലെ CJP പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അക്കൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കവച്ചു വെച്ചുകൊണ്ട് ഏകദേശം 18.8 മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ CJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ മിനിറ്റ് കഴിയുന്തോറും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായും രാജ്യ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും വീണ്ടും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത നടപടിയായി ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും ഒരു വിലക്ക് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. എന്തായാലും കേവലം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരമൊരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ട്. മെയ് 16 ഈ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി, പുതിയൊരു അക്കൗണ്ട് വഴി ഇത്തരത്തിലുള്ളൊരു ആരംഭം കുറിക്കുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാനം, അതിൻ്റെ ഒരു പിന്നിലെ കഥ നമുക്കറിയാം. ഒരു വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശം, ആ പരാമർശത്തിന് തൊട്ട് പിന്നാലെയാണ് യുവാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ തന്നെ വളരെ സോഷ്യൽ മീഡിയയൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്തിരുന്ന അദ്ദേഹം, അതായത് ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇത്തരം വലിയൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് തുടങ്ങിയതിന് പിന്നാലെ നിരവധി യുവാക്കളാണ്, മില്യൺ കണക്കിന് യുവാക്കളാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇവർക്ക് പിന്നിൽ അണിനിരുന്നത്. അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ഇത്തരത്തിൽ ചോർന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ജെൻസി വിഭാഗം ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കൂടുതൽ സജീവമാകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം അല്ലെങ്കിൽ IB നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിലൊക്കെ തന്നെ ജെൻസി പ്രക്ഷോഭം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്കൊരു മൂവ്മെൻറ്റിലേക്ക് പോകുമോ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നോക്കിക്കണ്ടത്. അതിൻ്റെ പിന്നാലെയാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും തൊട്ട് പിന്നാലെയാണ് കോക്രോച്ച് പാർട്ടീസ് ബാക്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോടുകൂടെ വീണ്ടും അവർ രംഗത്ത് വരുന്നത്. ആ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ 18.8 മില്യൺ ഫോളോവേഴ്സാണ് നിലവിലുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവരുടെ അക്കൗണ്ട് വിലക്കിയതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശശി തരൂർ MP ഇതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രവുമല്ല, മഹുവ മൊയ്ത്ര അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. അത് തന്നെയാണ്, അതായത് ഒരുപക്ഷേ അഭിജിത്ത് ദീപ് കെ പോലും ഇത് തുടങ്ങി വെച്ച പുള്ളിക്കാരൻ പോലും ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാകുമെന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, മറ്റു പാർട്ടിയിലെ നേതാക്കളൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാരിന് നേരെയുള്ള ഒരു അറ്റാക്കായി തന്നെ കണക്കാക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ള വിശദീകരണം ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെ നൽകുകയുണ്ടായി. അതായത് ചില യുവാക്കൾ, തൊഴിലില്ലാത്ത ചില യുവാക്കൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക്, നടപടികളിലേക്ക് കടക്കുന്നു, അവർ ഈ പാർട്ടികളെ പോലെയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശം. തൊട്ടു പിന്നാലെ തന്നെ ഈ പറഞ്ഞതുപോലെ അഭിജിത്ത് അദ്ദേഹം സോഷ്യൽ
സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടികൾക്കെല്ലാം കൂടി ചേർന്ന് ഒരു പാർട്ടി രൂപീകരിച്ചുകൂടാ എന്നുള്ളൊരു പരാമർശം നടത്തിക്കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു ക്യാമ്പയിന് തുടക്കമായതും ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ മിനിറ്റുകൾക്കുള്ളിലാണ് ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അത് ഈ ചെറിയൊരു നമ്പർ അല്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 18.8 മില്യൺ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ ഇന്റർനാഷണൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന BJPക്കോ അവരുടെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കാത്തത്ര ഫോളോവേഴ്സ് ഈ ദിവസങ്ങൾ കൊണ്ട്, കേവലം 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, തൊട്ട് പിന്നെ ഇന്നിതാ 22-ആണ്, 6 ദിവസം കൊണ്ടാണ് ഈ വലിയ വളർച്ച ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയേണ്ടത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വളരെ സൂക്ഷ്മമായി തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കുന്നുണ്ട്, എന്തൊക്കെ ഇടപെടലുകളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റ് വിഷയങ്ങളിലേക്ക് ഈ CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഇടപെടുന്നു അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ നടത്തുന്നു എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കി കാണേണ്ടതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യം ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റു പല ആവശ്യങ്ങളിലേക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇടപെടൽ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. രാജ്യത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. തീർച്ചയായും ലിജൻ, എന്തായാലും കേന്ദ്ര സർക്കാർ വിലക്കുമായി വരുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക് ഇനി എങ്ങനെയായിരിക്കും ഇവരും ഉറ്റുനോക്കുകയാണ്.